ഒരു മെട്രോ നമുക്ക് തിരുവനന്തപുരം നഗരത്തിന് കിട്ടാൻ പോകുന്നു. അനന്തപുരി മെട്രോ വരാൻ പോവുകയാണ്. തലസ്ഥാനത്തിന് മുഖച്ഛായ മാറും. തിരുവനന്തപുരം മെട്രോ അലൈൻമെന്റിന് അംഗീകാരം ലഭിച്ചതോടെ DPR തയ്യാറാക്കാൻ ഒരുങ്ങിയിരിക്കുകയാണ് KMRL. ആദ്യഘട്ടം 27 സ്റ്റേഷനുകളാണ്. നമുക്കൊന്ന് പരിശോധിച്ചിട്ട് വരാം. തലസ്ഥാന നഗരിയിൽ ഈ വർഷം തന്നെ അതിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ തുടങ്ങാൻ വേണ്ടി ആ വേഗതയിലാണ്. അലൈൻമെന്റിനുള്ള അംഗീകാരം ലഭിച്ചതോടുകൂടി ഇനി DPR കഴിഞ്ഞാൽ കേന്ദ്ര റെയിൽവേ മന്ത്രാലയത്തിന് അനുമതി കഴിഞ്ഞാൽ പിന്നെ വളരെ പെട്ടെന്ന് മിന്നൽ വേഗത്തിൽ പണികളൊക്കെ തുടങ്ങാൻ പറ്റും. എങ്ങനെയാണോ കൊച്ചി മെട്രോ നമുക്ക് ലാഭകരമാക്കി മാറ്റാൻ പറ്റിയത്, അതേപോലെ തിരുവനന്തപുരം മെട്രോയും ലാഭകരമായി മാറുമെന്ന കാര്യം ഉറപ്പാണ്. തലസ്ഥാന നഗരത്തിന്റെ ഗതാഗതക്കുരുക്കൊക്കെ നമുക്ക് പരിഹരിക്കാം. നോക്കാം എങ്ങനെയായിരിക്കും തലസ്ഥാന നഗരിയിൽ മെട്രോ പോകാൻ പോകുന്നത്, ഏത് വഴിക്ക് എങ്ങനെയാണ് എന്ന് നോക്കാം. ആദ്യഘട്ടത്തിൽ 27 സ്റ്റേഷനുകളാണ് ഉണ്ടാവുക. എവിടം മുതൽ എവിടം വരെ എന്ന് നോക്കൂ. പാപ്പനംകോട്, പ്രേക്ഷകരേവല്ലോ, പാപ്പനംകോട് കരമന കഴിഞ്ഞ് കൈമനം കഴിഞ്ഞ് പാപ്പനംകോടായിരിക്കും മെട്രോയുടെ ആദ്യത്തെ സ്റ്റേഷൻ. പാപ്പനംകോട് നിന്ന് അടുത്ത സ്റ്റേഷൻ കൈമനത്ത് നിന്ന് കരമനയിൽ നിന്ന് കിള്ളിപ്പാലം ജംഗ്ഷൻ, അവിടെ നിന്ന് തമ്പാനൂര്. പാപ്പനംകോട് നിന്ന് തമ്പാനൂരേക്ക് എത്താൻ 5 മിനിറ്റ് കൊണ്ട് പറ്റും. തമ്പാനൂരിൽ നിന്ന് സെക്രട്ടേറിയറ്റിൽ നിന്ന് പാളയം, പ്ലാമൂട്, പട്ടം, മുറിഞ്ഞപാലം മെഡിക്കൽ കോളേജ്. തമ്പാനൂരിൽ നിന്ന് മെഡിക്കൽ കോളേജിലേക്ക് 10 മിനിറ്റ് കൊണ്ടെത്തും. മെഡിക്കൽ കോളേജ് ഉള്ളൂര്, പോങ്ങുമൂട്, ശ്രീകാര്യം, പാങ്ങപ്പാറ, ഗുരുമന്ദിരം, കാര്യവട്ടം. ഇവിടെ നമുക്ക് പ്രത്യേക താല്പര്യമുള്ളൊരു സ്ഥലമാണ്. അപ്പോൾ തമ്പാനൂര് മുതൽ കാര്യവട്ടം വരെ 20 മിനിറ്റിനുള്ളിൽ യാത്ര ചെയ്ത് എത്താൻ പറ്റും. കാര്യവട്ടത്ത് നിന്ന് ടെക്നോ പാർക്ക് ഫേസ് 1, ടെക്നോ പാർക്ക് ഫേസ് 3, പിന്നെ കുളത്തൂര്, ടെക്നോ പാർക്ക് ഫേസ് 2, ആക്കുളം ലേക്ക്, കൊച്ചുവേളി, വെൺപാലവട്ടം, ചാക്ക, എയർപോർട്ട്, ഈഞ്ചക്കൽ. ഇന്നിങ്ങനെയാണ് ആദ്യത്തെ ഈ ഘട്ടത്തിൽ പറയുന്നത്. മൊത്തം 27 സ്റ്റേഷനുകളാണ്. പാപ്പനംകോട് നിന്ന് തുടങ്ങി ഒരു റൗണ്ട് അടിച്ച് ഈഞ്ചക്കൽ ടെർമിനൽ സ്റ്റേഷൻ വരെ എത്തി നിൽക്കും. ടെർമിനൽ സ്റ്റേഷൻ പാപ്പനംകോടും ഈഞ്ചക്കലുമാണ് ആദ്യം നിശ്ചയിച്ചിരിക്കുന്നത്. അപ്പോൾ ഇത് ഈ വർഷം തന്നെ നിർമ്മാണ പ്രവർത്തനം തുടങ്ങാനാണ് തീരുമാനമുള്ളത്. എന്തായാലും തലസ്ഥാന നഗരിയിലുള്ളവരെ സംബന്ധിച്ച് വലിയ സന്തോഷമുള്ള ഒരു വാർത്തയായിട്ട് അത് മാറുകയും ചെയ്യും.